സുകുമാരൻ നായർ പറഞ്ഞുകൂടായികയില്ല. കാരണം സുകുമാരൻ നായർക്കെതിരെ എന്തൊക്കെ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ, നമ്മൾ എത്ര കേട്ടതാണ്. ഈ വെള്ളാപ്പള്ളിക്കെതിരെ എന്തൊക്കെ രൂക്ഷമായ ഭാഷയിലാണ് പിണറായി പറഞ്ഞത്. പിണറായി മാത്രമല്ല, VS-ഉം CPM നേതാക്കളൊക്കെ പിണറായിയെ എത്രമാത്രം, ഒരുപക്ഷെ വെള്ളാപ്പള്ളിയെ എത്രമാത്രമാണ് ആക്ഷേപിച്ചത്. വെള്ളാപ്പള്ളിയെ ആക്ഷേപിച്ച അത്രയും നിശ്ചിതമായി ഒരുപക്ഷെ CPM നേതാക്കന്മാർ മറ്റൊരു സമുദായ നേതാവിനെയും ആക്രമിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. എന്നിട്ടും ഇയാള് വെള്ളാപ്പള്ളി പോയിക്കിട്ട് പിണറായി വിജയന്റെ ചെരുപ്പ് നക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതിന് വെള്ളാപ്പള്ളിക്ക് അതിൻ്റെതായ ലക്ഷ്യങ്ങൾ ഉണ്ടാവാം, അത് നേടിയിട്ടുണ്ടാവാം, അത് നിലനിർത്തേണ്ടതിന്റെ ആവശ്യം വെള്ളാപ്പള്ളിക്കുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം സുകുമാരൻ നായർക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ മരുമകന്റെ പേരിലുള്ള ഈ ക്രിമിനൽ കേസ് ഒഴിവാക്കണം. ഈ ധനലക്ഷ്മി ബാങ്കുമായി ഇടപെട്ട ഇടപാടുകളിൽ അദ്ദേഹത്തിന് തലയുയരണം, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് തലയുയരണം. മറ്റൊന്ന്, ഒരുപാട് സാമ്പത്തിക അഴിമതികളുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടണം. എല്ലാറ്റിലുമുപരി ഇനി വരാൻ പോകുന്നത് 3ാം തവണയും പിണറായി വിജയൻ തന്നെയായിരിക്കുമെന്ന് സുകുമാരൻ നായർ വിശ്വസിക്കുന്നു.